ഉറുദു ജനനവുമായി ബന്ധപ്പെട്ട് പല നസറിയാത്തുകളുണ്ടെങ്കിലും ഉറുദു വിവിധ ഭാഷകൾ ചേർന്നുണ്ടായതാണ്. ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ, ഹിന്ദു മുസ്ലിം സംസ്കാരങ്ങൾ, മറ്റ് സംസ്കാരങ്ങൾ ഒക്കെ കൂടിച്ചേർന്നാണ് ഇവിടെ ഈ മനോഹര ഭാഷ ഉണ്ടായത് എന്നുള്ളതിൽ ആർക്കും തന്നെ തർക്കമില്ല. എവിടെ ജനിച്ചു, ഏത് പ്രദേശത്ത് ജനിച്ചു, ഏത് ഭാഷയിൽ നിന്ന് ജനിച്ചു എന്നുള്ളതിലൊക്കെയാണ് വിവിധ നസറിയാത്തുള്ളത്. ഏതായിരുന്നാലും ഉറുദു ജനിച്ചത് ഷിമാലി ഹിന്ദ് അഥവാ വടക്കേ ഇന്ത്യയിലാണെങ്കിലും ഉറുദുവിൻ്റെ വളർച്ച ഉണ്ടായത്, രചനാപരമായിട്ടുള്ള വളർച്ച ഉണ്ടായത് ദക്കനിലാണ്. നമ്മുടെ കേട്ടറ്റിൻ്റെ സിലബസിൽ ആദ്യമായി വരുന്നത്, ഭാഷയിലെ കണ്ടന്റ് ഭാഗത്ത് വരുന്നത് ആദ്യത്തേത് നസറിയാത്താണ്. പിന്നീട് വരുന്നത് ദക്കൻ മേ ഉറുദു और ദക്കൻ മേ സൂഫിയായ കിറാം കി ഖിദ്മത്ത് എന്നീ രണ്ട് ഭാഗങ്ങളാണ്. അപ്പോൾ ഉറുദുവിൻ്റെ ജനനമുണ്ടായത് ഷിമാലി ഹിന്ദിലാണ്, പക്ഷേ അതിൻ്റെ വളർച്ച ഉണ്ടായത് ദക്കനിലാണ്. ഷിമാലി ഹിന്ദിൽ ഉറുദു സംസാര ഭാഷയായി മാത്രമാണ് നിലനിന്നത്. അമീർ ഖുസ്രു തൻ്റെ രചന നടത്തിയെങ്കിലും പിന്നീട് വലിയ തോതിൽ ഉറുദുവിൽ അവിടെ രചന നടന്നില്ല. ഭരണഭാഷ ഫാർസിയായിരുന്നു. സാധാരണക്കാരുടെ ഭാഷ, കച്ചവടക്കാരും അതുപോലെ തന്നെ സൂഫികളും പട്ടാള ക്യാമ്പുകളിലും ഒക്കെ സംസാരിക്കപ്പെടുന്ന ഭാഷയാണ്, ബാസാറിലൊക്കെ ഭാഷയാണെങ്കിലും ഭരണകൂടത്തിൻ്റെ ഭാഷ ഫാർസി ആയതുകൊണ്ട് തന്നെ കവിമാരും സാഹിത്യകാരന്മാരുമൊന്നും ഈ ഭാഷയിൽ രചന നടത്താൻ തയ്യാറായിരുന്നില്ല. വളരെ അപൂർവമായി ഉള്ള രചനകളൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഏതായിരുന്നാലും അറിയപ്പെടുന്ന രചനകളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ മുഹമ്മദ് ബിൻ തുഗ്ലക് തൻ്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് മാറ്റുകയും ദക്കനിലേക്ക് മാറ്റുകയുണ്ടായി. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഉത്തരവുണ്ടായി, എല്ലാ ജനങ്ങളും, ആബാലവൃദ്ധ ജനങ്ങളും ദക്കനിലേക്ക് താമസം മാറണമെന്ന് അദ്ദേഹം ഹുക്കുമിടുകയുണ്ടായി, അദ്ദേഹം വിധി കൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഈ ആളുകൾ മുഴുവനും, വലിയ ഒരു സംഘം ആളുകൾ ഷിമാലി ഹിന്ദിൽ നിന്ന് ദക്കനിലേക്ക് കുടിയേറി. അതോടൊപ്പം അവരുടെ കൂടെ ഈ ഒരു ഭാഷയും ഉണ്ടായിരുന്നു. ഈ ഭാഷ ദക്കനിൽ വലിയ സ്വീകാര്യത കിട്ടി. അവിടുത്തെ സൂഫികളും അതുപോലെ തന്നെ അവിടുത്തെ കവിമാരുമൊക്കെ ഈ ഭാഷയിൽ രചന നടത്താനും ഈ ഭാഷ ഉപയോഗപ്പെടുത്താനും തുടങ്ങി. അങ്ങനെ ദക്കനിൽ ഉറുദു ഭാഷ വളരെയധികം വികാസം പ്രാപിക്കുകയുണ്ടായി. നമുക്കറിയാം, ദക്കനിലെ ബാമിനി രാജവംശം, ആ ബാമിനി രാജവംശം ഉറുദുവിന് ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരും അതോടൊപ്പം തന്നെ സൂഫികളും സാഹിത്യകാരന്മാരുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉറുദുവിൽ. ബാമിനി സൽത്തനത്തിലെ പ്രധാനപ്പെട്ട ഒരു സൂഫിയായിരുന്നു ഖാജ ഗേസൂദറാസ് ബന്ദേ നവാസ്. അദ്ദേഹത്തിൻ്റെ കൃതിയായി അറിയപ്പെട്ടിരുന്നതാണ് മേറാജുൽ ആഷിഖീൻ. എന്നാൽ പിന്നീട് അത് അദ്ദേഹത്തിൻ്റെതല്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും ഉറുദുവിലെ രചനകൾ അദ്ദേഹം നടത്തി എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് ശേഷം വന്നിട്ടുള്ള ഷാഹ് മീറാൻജി ഷംസുൽ ഉഷാഖ്, അദ്ദേഹവും ഉറുദു സാഹിത്യകാരനായിരുന്നില്ല, സൂഫിയായിരുന്നു. അതുകൊണ്ട് തന്നെ മതഗ്രന്ഥങ്ങളാണ് അദ്ദേഹവും രചിച്ചിട്ടുള്ളത്. ഖുഷ്നാമ, ഖുഷ് നഗസ്, ഷഹാദത്തുൽ ഹഖീഖത്ത്, മറൂബുൽ ഖുലൂബ് എന്നിവ ഷാഹ് മീറാൻജി ഷംസുൽ ഉഷാഖിൻ്റെ കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഷാഹ് ബുർഹാനുദ്ദീൻ ജാനം പ്രസിദ്ധ സൂഫിയാണ്. ഒപ്പം തന്നെ വിവിധ രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതും സാഹിത്യരംഗത്തുള്ള കൃതിയല്ല, മതപരമായ കൃതിയാണ്. ഏതായിരുന്നാലും അത് അന്നത്തെ ഭാഷയായ ദഖ്നിയിലായിരുന്നു. ഉറുദു എന്ന പേര് വന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം, ഷിമാലി ഹിന്ദിൽ നമ്മുടെ അമീർ ഖുസ്രു പേര് കൊടുത്തത്, ഹിന്ദവി എന്നൊക്കെയാണ് പേര് നൽകിയതെങ്കിൽ ദഖ്നി എന്ന പേരിലാണ് ഇവിടെ ഈ ഭാഷ അറിയപ്പെട്ടത്. അപ്പോൾ ഷാഹ് ബുർഹാനുദ്ദീൻ ജാനം, ഷാഹ് മീറാൻജി ഷംസുൽ ഉഷാഖിൻ്റെ മകനായ ഷാഹ് ബുർഹാനുദ്ദീൻ ജാനം, അദ്ദേഹം നസ്ർ നസ്മ് ദോനോമേ ലിഖി, ഗദ്യവും പദ്യവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇർഷാദ് നാമ, ഹുജ്ജത്തുൽ ബഖ, വസിയത്തുൽ ഹാദി ഉൻകി തസാനിഫെ അദ്ദേഹത്തിൻ്റെ രചനകളാണ്. ഇർഷാദ് നാമ, ഹുജ്ജത്തുൽ ബഖ, വസിയത്തുൽ ഹാദി ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അതുപോലെ തന്നെ ദക്കനിലെ
ആദ്യത്തെ മസ്നവിയായി അറിയപ്പെടുന്നത് കദം റാവു പദം റാവു. ദഖനിലെ ആദ്യത്തെ മസ്നവിയായി കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ മസ്നവി കദം റാവു പദം റാവു, ഫഖ്റുദ്ദീൻ നിസാമി എഴുതിയ കദം റാവു പദം റാവു ആണ് ഉറുദുവിലെ ആദ്യ മസ്നവിയായി അറിയപ്പെടുന്നത്. ബാമിനി രാജവംശത്തിൻ്റെ അസ്തമയത്തിന് ശേഷം ഇവ 5 ഭരണകൂടങ്ങളായി മാറുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുത്തുബ് ഷാഹി. കുത്തുബ് ഷാഹിയും ഉറുദു സാഹിത്യത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഉറുദുവിലെ ആദ്യത്തെ സാഹിബെ ദീവാൻ ഷായർ, കാവ്യ സമാഹാരമുള്ള ആദ്യത്തെ കവി മുഹമ്മദ് കുലി കുത്തുബ് ഷയാണ്. അതുപോലെ തന്നെ കുത്തുബ് ഷാഹിയിലെ മുഹമ്മദ് കുലി കുത്തുബ് ഷയുടെ ഹമ്മസറായ സമകാലികനായ മറ്റൊരു കവിയായിരുന്നു മുല്ല വജ്ഹി. അദ്ദേഹത്തിൻ്റെ സബ്രസ് നസ്രി കിതാബാണ്, ഗദ്യരചനയാണ്. ഉറുദുവിലെ ആദ്യത്തെ അദബി നസ്രി കിതാബ്, സാഹിത്യത്തിലുള്ള ആദ്യത്തെ ഗദ്യ പുസ്തകമാണ് സബ്രസ്. ഇതിനു മുമ്പുള്ളതൊക്കെ മതപരമായിരുന്നു, പക്ഷേ സാഹിത്യപരമായിട്ടുള്ള ആദ്യത്തേത് സബ്രസാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മസ്നവിയാണ് കുത്തുബ് മുഷ്തരി. അതുപോലെ തന്നെ ആ കാലത്തെ മറ്റൊരു കവിയാണ്, കുത്തുബ് ഷാഹിയിലെ മറ്റൊരു കവിയാണ് ഖവ്വാസി. ഖവ്വാസിയുടെ സൈഫുൽ മുലൂക്ക് വ ബദിഉൽ ജമാൽ. ഖവ്വാസിയുടെ മസ്നവിയാണ് സൈഫുൽ മുലൂക്ക് വ ബദിഉൽ ജമാൽ. അതുപോലെ തന്നെ മസ്നവി തൂത്തിനാമ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മസ്നവികളാണ്. മറ്റൊരു ഭരണകൂടമായിരുന്നു ബാമിനി സൽത്തനത്തിന് ശേഷം വന്ന മറ്റൊരു രാജവംശമായിരുന്നു ആദിൽ ഷാഹി. കുത്തുബ് ഷാഹി ഗോൽഗുണ്ടയിലായിരുന്നു. ആദിൽ ഷാഹി ബീജാപൂരിലെ ഭരണകൂടമായിരുന്നു. അവിടുത്തെ രാജാക്കന്മാരും അതുപോലെ തന്നെ ഒട്ടനവധി കവിമാരും സാഹിത്യകാരന്മാരുമൊക്കെ ഈ ഭരണത്തിന് കീഴിലും ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം ആദിൽ ഷാ സാനി, ആറുസ്കെ ജാനഷീൻ, മുഹമ്മദ് ആദിൽ ഷാ, അവർ ഉറുദുവിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച രാജാക്കന്മാരാണ്. അക്കാലത്തെ ആദിൽ ഷാഹി കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു കവിയാണ് അഷ്റഫ് ബയാബാനി. അഷ്റഫ് ബയാബാനിയുടെ നൗസർഹാർ, അത് കർബല യുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് അതിൽ വിവരിക്കുന്നത്. അതുപോലെ തന്നെ ഇബ്രാഹിം ആദിൽ ഷാ, അദ്ദേഹം രചിച്ച കിതാബ് ആണ് നവരസ്. നവരസ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഷായറായിരുന്നു അബ്ദൽ. അബ്ദലിൻ്റെ ഇബ്രാഹിം നാമ പ്രശസ്തമായ മസ്നവിയാണ്. മറ്റൊരു ഷായറാണ് കമാൽ ഖാൻ റുസ്തമി. റുസ്തമിയുടെ ഹാവർ നാമ എന്ന മസ്നവിയും ദക്കനിലെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. നമുക്കറിയാം, ദക്കൻ മസ്നവികളുടെ കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ മസ്നവികൾ രചിച്ചത് ദക്കനിലാണ്. ദക്കനിലെ വളരെ പ്രധാനപ്പെട്ട ആദിൽ ഷാഹി ദൗറിലെ പ്രധാനപ്പെട്ട മറ്റൊരു കവിയാണ് മലിക്കുഷ്വറ നുസ്രത്തി. നുസ്രത്തിയുടെ പ്രധാനപ്പെട്ട 3 കൃതികളുണ്ട്. ഒന്ന് ഗുൽഷനെ ഇഷ്ക്, മറ്റൊന്ന് അലിനാമ, മൂന്നാമത്തത് താരീഖ് ഇസ്കന്ദരി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കുല്ലിയാത്തും, അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യസമാഹാരവും ഉണ്ട്. ദക്കനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഷായറാണ് വലി ദക്കിനി. വലി ദക്കിനി ഷിമാലിനെയും അതുപോലെ തന്നെ ദക്കിനെയും കൂട്ടിയിണക്കിയ കവിയാണ്. നമുക്കറിയാം, നമ്മുടെ ഖാലിഖ് ബാരി എഴുതിയ അമീർ ഖുസ്രുവിന് ശേഷം ഡൽഹിയിൽ കാര്യമായ ഉറുദുവിലുള്ള രചനകൾ നടന്നിരുന്നില്ല. എന്നാൽ വലി ദക്കിനി എന്ന ദക്കനിലെ കവി തൻ്റെ കവിതയുമായി ഡൽഹിയിലേക്ക് പോവുകയും അദ്ദേഹത്തിൻ്റെ കവിത കണ്ടപ്പോൾ ഇതുവരെ അവർ രേഖ്ത, ഗിരിപടി സബാൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഈ ഭാഷയിൽ ഇത്ര മനോഹരമായ കവിത എഴുതാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഡൽഹിയിലുണ്ടായിരുന്ന ഫാർസി കവികളൊക്കെയും ഉറുദുവിലേക്ക് തിരിയുകയും അങ്ങനെ ഉറുദു ദക്കനിൽ നിന്ന് വീണ്ടും ഷിമാലിലേക്ക് എത്തുകയും പിന്നീട് ഉറുദു ഇന്ത്യ മുഴുവനും പിന്നീട് ലോകം മുഴുവനും വ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ദക്കനിലെ പ്രധാനപ്പെട്ട കവിമാരെയും സാഹിത്യകാരന്മാരെയും ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി കേൾക്കുകയും നോട്ട് എഴുതുകയും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യണം.